അങ്ങനെ ദ്രോഹിക്കാനൊന്നും എന്നെ കൈയൊന്നുമില്ല. അങ്ങനെ ഞാനൊരു പിന്നെ ഹാൻഡിക്യാപ്ഡ് ഒന്നുമല്ല. കാർഗെ ഞാൻ വരുന്ന അരമണിക്കൂർ മുമ്പേ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുധാകർജി ഡോണ്ട് വറി, വി വിൽ പിന്നെ ഹിയർ ആഫ്റ്റർ സം ഡേയ്സ് ദെൻ വി ക്യാൻ ഇഫ് എനിത്തിങ് ദാറ്റ് വി ക്യാൻ റെക്ടിഫൈ, ഡോണ്ട് വറി എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ വിട്ടത്. നമുക്ക് കുറച്ച് തലയുടെ ഒക്കെ ഉണ്ട്, ചോദിച്ചാൽ വർത്താനം പറയും. അതുണ്ടാവും. സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ കൈപ്പറ ദിവസം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഞാൻ ആളെ അഡ്രസ്സ് തരാം, നിങ്ങൾ ഒരു കണ്ട് ചോദിച്ചോളി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വളരെ സ്മൂത്തായി പോകുന്ന സമയത്താണ് സുധാകരേട്ടൻ്റെ ഇഷ്യൂകളൊക്കെ വരുന്നത്. അവസാനം സുധാകരേട്ടൻ ഒരു പ്രതിസന്ധിയിലാക്കി എന്ന രീതിയിലാണ് പ്രചരണമൊക്കെ വന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ ഭാഗത്തൊന്നും ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. പ്രതിസന്ധി ഉണ്ടാക്കിയത് അവരാണ്, അവരുടെ പാർട്ടിയുടെ നേതൃത്വമാണ്. ഒരു കാരണവശാലും ഞാനൊരു തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാർഗേജിനെയൊക്കെ വിളിച്ചു, കാർഗേജിനെയൊക്കെ ബന്ധപ്പെട്ടു, കാർഗേജി അതിൻ്റെ അകത്ത് ഇടപെട്ടു, കാർഗേജി അതിൻ്റെ മറുപടി വന്നു. അങ്ങനെ കാർഗേജി ആ വിഷയങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. താങ്കൾ BJP-യിലേക്ക് പോകുന്നുവെന്ന് എപ്പോഴും താങ്കളുടെ വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വരുന്ന കമൻറ്റ് താങ്കൾ BJP-യിലേക്ക് പോകുന്നതെന്നാണ്. ഞാൻ ഇതുവരെ ആലോചിക്കാത്ത ഒരു വിഷയമാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത്. ഞാൻ ഇന്ന് വരെ കോൺഗ്രസ് വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാൻ ആലോചിച്ചിട്ടില്ല, പ്രത്യേകിച്ചും BJP-യിലേക്കൊക്കെ. അങ്ങനെ വേണമെങ്കിൽ എപ്പോഴോ പോകാം, എനിക്ക് എപ്പോഴോ പോകാം. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത്തരം പ്രചാരണങ്ങൾ താങ്കൾക്കെതിരെ നടത്തുന്നത് താങ്കൾക്ക് നമ്മുടെ പാർട്ടിക്കകത്തല്ല, പാർട്ടിക്കകത്തുള്ളവരല്ല, അത് പാർട്ടിക്ക് എതിരായിട്ടുള്ളവരാണ്. BJP-ൻ്റെ ആളുകൾ തന്നെയാണത് പ്രചരണം നടത്തിയത്. ഇങ്ങനെ സുധാകരൻ BJP-യിലേക്ക് വരുന്നുണ്ട്, സുധാകരൻ BJP-യിലേക്ക് വരുന്നുണ്ട് എന്ന് പ്രചരണം നടത്തിയത് അവരാണ്. പോകണമെങ്കിൽ ഞാൻ മരിക്കണം. എന്തുകൊണ്ടാണ് താങ്കളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ടാർഗറ്റ് ചെയ്യുന്നത് കുറച്ച് തൻ്റെ ഇടമുള്ളതുകൊണ്ട്. നമുക്ക് കുറച്ച് തൻ്റെ ഇടമൊക്കെ ഉണ്ട്, ചോദിച്ചാൽ വർത്താനം പറയും. അതുണ്ടാവും. സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ കൈപ്പറ ദിവസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അവർ ചാമ്പും. നിങ്ങളെങ്ങനെ എപ്പോഴും ഉയർന്നു വരുമ്പോഴോ ചവിട്ടി താഴ്ത്തുവാനുള്ള ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അങ്ങനെ ഒരു ഇതുണ്ട് കുറേ ആളുകൾക്ക്. എല്ലാവർക്കും അതറിയാം, എൻ്റെ എതിരാളികൾക്കും അറിയാം, എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും അറിയാം, കുടുംബക്കാർക്കും അറിയാം, എല്ലാം അറിയാം. ഈ സ്ഥാനാർത്ഥിത്വമായിട്ട് ബന്ധപ്പെട്ട കോൺഗ്രസ് തന്നെ മറ്റ് സ്ഥാനാർത്ഥികളുമായി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല. പക്ഷേ അതിൻ്റെയൊക്കെ ഒറ്റ താങ്കൾ മാത്രമായിപ്പോയി അവസാനം. താങ്കൾ മാത്രം ഒരു പ്രശ്നക്കാരൻ എന്ന രീതിയിലായിപ്പോയി അവസാനം. അങ്ങനെ ആയില്ലെങ്കിലും ഏതാണ്ട് അങ്ങനെ ഒരു അഭിപ്രായം അവസാനം വന്നു. ശരിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ? എങ്ങനെ സംഭവിക്കാൻ എന്തുകൊണ്ടും ചോദിച്ചാൽ അത് അവരോട് ചോദിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭാഗികമായി ചിന്തിക്കുന്നത് ചോദിക്കണം. ഞാൻ ആളെ അഡ്രസ്സ് തരാം, നിങ്ങൾ ഒരു കണ്ട് ചോദിച്ചോളി. എല്ലാവരും പറയുന്നത് സുധാകരൻ ഒരുപാട് മത്സരിച്ചില്ലേ, പ്രായമായില്ലേ, മാറി നിൽക്കണേ. എന്നേക്കാൾ പ്രായമുള്ളവരൊന്നും ആരും പാർട്ടിയിലില്ലേ? രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്നേക്കാൾ പാർട്ടി വയസ്സുള്ളവർ എത്രയുണ്ട്? എത്രയോ ആളുകളില്ലേ? പിന്നെ അവരിൽ നിന്നും എന്താ പോകാത്തതാരും പോകുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. താങ്കളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ സമാന്തരമായി മത്സരിക്കുന്ന രീതിയിൽ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നോ? അതായത് താങ്കൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ അരമണിക്കൂർ മുന്നേ തന്നെ പല ചാനലുകളിലും വന്നത് താങ്കൾ സ്ഥാനാർത്ഥികളെ വിവിധ മണ്ഡലങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കടലാസൊന്നും ഞാൻ കുറിച്ചിട്ടില്ല. സ്വതന്ത്രമായി മത്സരിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അത് നിശ്ചയമായും. നമ്മൾ വീണ്ടും മത്സരിക്കുമ്പോൾ നമ്മളൊരു പ്രശ്നക്കാരനാവരുതല്ലോ. ഒരു വിമർശകനോ അല്ലെങ്കിൽ നമ്മളൊരു ഇത് എന്താ പറയുക, ഒരു പ്രശ്നം ഒട്ടക്കുന്നൊരുത്തനൊന്നും ആവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ക്ലിയറായിട്ട് വേണം എല്ലാവരുടെയും പോകാനും വരാനും എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതിനനുസരിച്ച് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തിട്ടേ ഞാൻ പോകാറുള്ളൂ, വരാറുള്ളൂ. ഈ അവസാന ഘട്ടത്തിൽ ഇപ്പം താങ്കൾ സെറ്റിൽമെൻറ്റിൽ എത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ താങ്കൾ ഇപ്പോൾ പാർട്ടി വിധേയത്വം കാണിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ചർച്ചകൾ അവിടെ പുരോഗമിച്ചത്? ഏറ്റവും അവസാനം ഇവിടെ ഡൽഹിയിൽ ചർച്ചകൾ AICC ഓഫീസില്ലേ? AICC ഓഫീസിൻ്റെ അകത്ത് പോയി നമ്മളെ കാർഗേനെ കണ്ടു, കാർഗെയായിട്ട് സംസാരിച്ചു. കാർഗെ ഞാൻ വരുന്ന അരമണിക്കൂർ മുമ്പേ എന്നെ ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സുധാകർജി ഡോണ്ട് വറി,
we will hear after some days, then we can, if anything, that we can rectify, don't worry എന്നെല്ലാം പറഞ്ഞിട്ടാണ് വിട്ടത്. ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ചർച്ചകൾ ഉണ്ടാവുമല്ലോ ഇതുമായി താങ്കളുടെ? ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. വീണ്ടും താങ്കളെ ഏതെങ്കിലും വിധത്തിൽ മാറ്റി നിർത്തും? അങ്ങനെ ദ്രോഹിക്കാനൊന്നും എന്നെ കയ്യൊന്നുമില്ല. അങ്ങനെ ഞാനൊരു ഹാൻഡിക്യാപ്റ്റൊന്നുമല്ല. ഒക്കെ നിൽക്കേണ്ടതൊക്കെ പിടിച്ച് നിൽക്കേണ്ടതൊക്കെ പിടിക്കാനും സംസാരിക്കേണ്ടിടത്ത് സംസാരിച്ച് നിർത്താനും ഒക്കെ എനിക്കറിയാം. അതെല്ലാം എല്ലാവർക്കും അറിയാം ഞാൻ എൻ്റെ സ്വഭാവം. അതുകൊണ്ട് അങ്ങനെയൊന്നും തന്നെ കീഴടക്കാനൊന്നും ആർക്കും പറ്റുമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ താങ്കളോട് പറഞ്ഞ ചർച്ച പുരോഗമിക്കും, നല്ലൊരു രീതിയിലേക്ക് നല്ലൊരു സ്ഥാനം, നല്ല രീതി, നല്ല തലത്തിൽ ആ മീറ്റ് അത് നടത്താം. നമ്മളിപ്പോൾ നമുക്ക് സംസാരിക്കുന്നത് നല്ല തലത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ, കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാം, അത് തിരുത്തുണ്ടെങ്കിൽ തിരുത്താം, അത് ചെയ്യാനൊക്കെ ഞാൻ റെഡിയാണ്. അല്ലാതെ അതൊരു കുറ്റകരമായ ഒരു ഇതായി പരിഗണിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ആരെങ്കിലും ചെയ്താൽ അത് ഞാൻ എതിർക്കും. കണ്ണൂർ മണ്ഡലത്തിലായിരുന്നു താങ്കൾ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി തിരിച്ചു പിടിക്കുക എന്നത് ശരിയാവുന്ന കാര്യമാണോ? തിരിച്ചു പിടിക്കാൻ എന്താ എനിക്ക് പ്രയാസം? കണ്ണൂർ ഒരു പ്രയാസവും ഇല്ല. ദിവസങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടത് തിരിച്ചു പിടിക്കാൻ. എനിക്ക് എന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾ പാർട്ടിക്കകത്തുണ്ടല്ലോ, അവരെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാൽ എൻ്റെ തിരിച്ചു പിടിക്കാനായി. അതിലൊന്നും എനിക്ക് പ്രയാസമൊന്നുമില്ല, പേടിയുമില്ല. പൂർണ്ണ ആത്മവിശ്വാസമായിരുന്നു. പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. എന്നോടൊപ്പം നിൽക്കാൻ ആർക്കും മടിയുമില്ല. പിന്നെന്താ പ്രശ്നം? ഒന്നുമില്ല. എല്ലാ ഭാവവും. ഓക്കെ, താങ്ക് യു.